Hello, welcome to my channel Travel Diaries. വിനോദയാത്രയ്ക്കായിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും പരിഗണിക്കേണ്ട ഒരു സ്ഥലമാണ് ഗോവ. സഞ്ചാരികളുടെ സ്വർഗം എന്ന് വിശേഷിക്കപ്പെടുന്ന ഗോവയിലേക്കാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ വെൽക്കം ടു മൈ ഗോവ ട്രിപ്പ് വ്ലോഗ്സ്. ബാംഗ്ലൂരിൽ നിന്ന് ഗോവയിലേക്ക് ഞങ്ങൾ റാണി ചെന്നമ്മ എക്സ്പ്രസ്സിലാണ് യാത്ര ചെയ്തത്. ലോണ്ട റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് ക്യാബിൽ ഗോവയിലേക്കുള്ള ഈ ഉൾക്കാട്ടിലൂടെയാണ് യാത്ര ചെയ്തത്. പ്രകൃതി ഭംഗി ആവോളം ആസ്വദിക്കാൻ പറ്റിയൊരു ട്രിപ്പായിരുന്നു ഈ റൂട്ടിലൂടെയുള്ള യാത്ര. ഇഷ്ടം പോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. അതിലൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. നല്ല കെയർഫുള്ളായിട്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് പോയത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കൂടെ കാണിച്ചു തരാം കേട്ടോ. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഈ മലനിരകളുടെ ഇടയിലുള്ള വാട്ടർഫാൾസ് ഒക്കെ കാണാൻ നല്ലൊരു വ്യൂ തന്നെയായിരുന്നു. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിലും മഞ്ഞും മഴയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മളങ്ങനെ ഗോവ എത്തി. ഇനി ഇവിടെ ഞങ്ങൾ പോയ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. ഗോവയിൽ വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇവിടുത്തെ പ്രശസ്തമായ ബീച്ചുകളിൽ ഏതെങ്കിലും ഒരു ബീച്ച് കണ്ടിട്ടേ തിരിച്ചു പോവാറുള്ളൂ. ഞങ്ങൾ ആദ്യം വന്നത് കലാംകുട്ടെ ബീച്ചിലാണ്. നോർത്ത് ഗോവയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ബീച്ചാണ് കലാംകുട്ടെ ബീച്ച്. ഓഫ് സീസൺ ആയിട്ടും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കടൽ ഇവിടെ നിന്ന് നോക്കി കാണാനേ പറ്റുള്ളൂ. വെള്ളത്തിലിറങ്ങാൻ പറ്റില്ല. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ലൊരു ഷോപ്പിംഗ് ഏരിയ തന്നെയാണ് ഈ ഒരു ലൊക്കേഷൻ. നൈറ്റ് ഹാങ് ഔട്ടിന് നല്ലൊരു ഓപ്ഷനാണ് ബാഗ ബീച്ച് സൈഡിലുള്ള സെൻറ്റ് ആന്റണീസ് ബീച്ച് ഷാക്ക്. നല്ല ഫുഡും നല്ല സർവീസും പിന്നെ നല്ല ആംബിയൻസും. ഇത് ബീച്ചിൽ നിന്നുള്ള ഇവിടുത്തെ ഒരു ഹോൾ വ്യൂ ആണ്. ഗോവയിലെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ആദ്യം പോയത് അഗോഡ ഫോർട്ടിലേക്കാണ്. എൻട്രി ഫീസ് ഉണ്ട്. ഗോവയിലൊരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് അഗോഡ ഫോർട്ട്. പോർച്ചുഗീസുകാർ നിർമ്മിച്ച കോട്ടയാണിത്. രാവിലെ സമയമായതുകൊണ്ട് തന്നെ നല്ല ചൂടാണ്. ഈ ഒരു പോർഷനിൽ എല്ലാവരും വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. വെറുതെ അല്ലാട്ടോ, നല്ല വ്യൂ തന്നെയാണ്. അഗോഡ ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ലൈറ്റ് ഹൗസ്. എൻട്രി ഫീസ് ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു ചെറിയ പാർക്ക് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ലൈറ്റ് ഹൗസിൻ്റെ ഏറ്റവും ടോപ്പിലേക്കാണ് പോവേണ്ടത്. അവിടുന്ന് നല്ലൊരു വ്യൂ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷേ കുറച്ച് സ്റ്റെപ്പ് കയറാണ്ട് പിന്നെ ഏറ്റവും ടോപ്പിലേക്ക് ഒരു സ്റ്റെയർ ആണുള്ളത്. അത് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും മേലെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്.
ഗോവയിലെ രണ്ടാമത്തെ ദിവസം രാത്രി സമയം ഞങ്ങൾ ചെലവഴിച്ചത് ബിഗ് ഡാഡി കാസിനോയിലാണ്. എൻട്രി ടിക്കറ്റ് 3500 രൂപയായി. കിഡ്സിന് ഫ്രീ ആണ്. ഇവിടെ കുറേ കാസിനോസ് ഉണ്ട്, മെജസ്റ്റിക് പ്രൈഡ്, അങ്ങനെ കുറേ ഉണ്ട്. അതിൽ ബിഗ് ഡാഡി കാസിനോയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. പിന്നെ ഫുട് വെയർ, ഷൂസ് അല്ലെങ്കിൽ കവേർഡ് ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ഫുഡും അൺലിമിറ്റഡ് ലിക്കറും കിട്ടും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ലൈവ് ഷോസ് ഒക്കെ ഉണ്ടാവും. കപ്പിൾസിനും ഫ്രണ്ട്സിനും ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഗോവയിലെ ലാസ്റ്റ് ഡേ രാവിലെ സമയം നല്ല വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് ഞങ്ങൾ സ്നോ പാർക്കിലേക്കാണ് പോയത്. ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഗോവയിൽ വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചില്ലെങ്കിൽ എങ്ങനെ? ഇതാണ് ഫാറ്റ് ഫിഷ് റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ 3:30 ഇവിടെ എത്തിയിട്ട് പോലും നല്ല തിരക്കുണ്ടായിരുന്നു. സീ ഫുഡിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. സീ ഫുഡ് മാത്രമല്ല കേട്ടോ, നല്ല ഫുഡും നല്ല സർവീസും ആയിരുന്നു. അപ്പോൾ ഗോവ ട്രിപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയുള്ള ഞങ്ങളുടെ ട്രാവൽ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. അപ്പോൾ ഗോവ ട്രിപ്പ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ല നല്ല യാത്രാ വിശേഷങ്ങളുമായിട്ട് കാണാം. ബൈ.